തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഭയങ്കര അലമ്പായൊരു ഓണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. നമ്മുടെ ഈ വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഉത്രാടത്തിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ ബെഡിൽ പോയി കിടന്ന് ഞാൻ പിന്നെ ബെഡിൽ നിന്ന് തല പോക്കുന്നത് ഹോസ്പിറ്റലിൽ പോകാനായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉത്രാടത്തിന് രാത്രി ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് തിരുവോണത്തിന് രാവിലെ വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ രാവിലത്തെ ഹോസ്പിറ്റൽ പോക്കൊക്കെ കഴിഞ്ഞ് ചിഞ്ചുൻ്റെ വീട്ടിലേക്ക് നമുക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ചിഞ്ചുൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 95% ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ്. അവിടെ ചെന്ന് സദ്യ കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സദ്യ കഴിക്കുന്ന നേരത്തേക്കാണ് നമ്മൾ എത്തിയത്. അങ്ങനെ സദ്യ കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടപ്പിലായി. പിന്നെ അവിടെ നിന്ന് തലപൊക്കണത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആൻ്റെ ഒരു ഗംഭീര സദ്യ തന്നെ നമുക്ക് റെഡിയാക്കണം കേട്ടോ. ആൻ്റെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിയിരുന്നു. കാരണം അത്രയ്ക്ക് വിഭവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആൻറ്റി ഒരു 6:30 കണ്ട് എഴുന്നേറ്റ് ഉണ്ടാക്കി തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, എല്ലാ കറികളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പായസം മാത്രം, അത് 3 തരം പായസം ഉണ്ടായിരുന്നു. അതിൽ 2 തരം പായസം മാത്രം ആൻറ്റി പുറത്തുനിന്ന് വാങ്ങിച്ചു. ബാക്കി ഒരു തരം പായസം അടക്കം ഈ കണ്ടമാനം കറികളൊക്കെ ആൻറ്റിയുടെ സ്വന്തം കൈ കൊണ്ട് ആൻറ്റി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ കറികളൊക്കെ ഇട്ട് നമ്മൾ ചോറ് ഇട്ടു. അപ്പോൾ എല്ലാ കറികളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. അപ്പോൾ വേഗം ഞാൻ കുറച്ച് കറികൾ മാത്രം കൂട്ടി, പക്ഷേ കഴിച്ച കറികളൊക്കെ നല്ല ടേസ്റ്റുകൾ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കറികളൊക്കെ കൂട്ടി ചോറ് കഴിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ള നമ്മുടെ മൊത്തത്തിലൊരു ക്ഷീണമാണ് ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. സത്യത്തിൽ വീഡിയോ എടുക്കണം മൂഡ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഓണത്തിൻ്റെ വീഡിയോ എടുക്കണം എന്ന താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉറക്കം വരുമല്ലോ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ക്ഷീണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം കൂടുകയുള്ളൂ. അത് കാരണം ഞാൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. ഇപ്പം 5 മണിയായി. 5 മണിയൊക്കെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ കണ്ട പൂക്കളല്ല, തിരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പിള്ളേർ അലമ്പാക്കിയിട്ട് ആൻറ്റി അങ്കളും കൂടി ഇപ്പം ഇങ്ങനെ സിറ്റ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഇപ്പോഴത്തെ പൂക്കളത്തിൻ്റെ അവസ്ഥ. എന്തായാലും പിള്ളേരെ കൊണ്ട് ഇത്രയ്ക്കും ഭംഗിയാക്കാനായിട്ട് സാധിച്ചു എന്ന് തോന്നുന്നുണ്ട്. അമ്മലുണ്ടല്ലോ ഇവിടെ സ്വീച്ചാണൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങോട്ടേക്ക് വരണത്. അതിൻ്റെ ഒരു പ്രത്യേക റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഭയങ്കര രസമൊക്കെ ആണ്. എന്താ ഇവിടെ ഇതിൻ്റെ അതിൻ്റെ വീടിൻ്റെ ചുറ്റും മരങ്ങളും നമ്മുടെ ഇങ്ങനത്തെ വീട് പോലെ, പക്ഷേ അവിടത്തേക്കാൾ മരങ്ങളാണ്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ ബാക്കിൽ കാണുന്നത് മലയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല, പക്ഷെ അത് മലയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇപ്പം നോക്കുമ്പോൾ കുറേ ഇങ്ങനെ റബ്ബറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ അതിൻ്റെ ബാക്കിൽ വലിയ മലയാണ്. നമ്മൾ വരണ വഴിക്ക് നല്ല വ്യൂവാണ് കാണാനായിട്ട്. എനിക്ക് വരണ വഴിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല ക്ഷീണമായിരുന്നു. പിന്നെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ മരങ്ങളാണ്, നല്ല രസമാണ് സംഭവമൊക്കെ. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ കുറേ നേരം നിന്നില്ല കേട്ടോ, കാരണം എനിക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ണിനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അപ്പോൾ ഈ ഒരു ഓണത്തിന് വേറെ പ്രത്യേകത തന്നെയുണ്ട്, കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം സാരി എടുക്കാത്ത ഒരു ഓണം ഇതാണ്. 2 റീസൺ, ഒന്ന് എനിക്ക് ക്ഷീണം, പിന്നെ രണ്ടാമത്തെ റീസൺ നല്ലൊരു സുധാരണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചച്ചുമോനും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ വിശേഷങ്ങൾ, ഓണം വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ.